إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. വിശ്വാസികളെ അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമൂഹം നേരിടുന്ന കടുത്ത ഒരു വെല്ലുവിളിയാണ് സൂഫി ചിന്താധാരകളും തരീഖത്തുകളും. ഹിജ്റ 2-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഇവരുടെ ശല്യം ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായി ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ചില വേഷഭൂഷാദികൾ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ചില പ്രത്യേക വിർദുകളും പ്രാർത്ഥനകളും സിക്റുകളും ഔറാദുകളും ഇബാദത്തുകളും ഒക്കെ ചില ഹൽഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനും തിരു സുന്നത്തുമായി ബന്ധമില്ലാത്ത വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, സിക്റുകൾ എല്ലാം പരിചയപ്പെടുത്തിയും കൊണ്ടാണ് സമൂഹത്തിൽ ഈ വിഭാഗം നിലനിൽക്കുന്നത്. അതിന് തസവ്വുഫ് എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരു വിഭാഗം അതിന് പിന്തുണ നൽകുകയുണ്ടായി. അന്നേ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തെയും കർമ്മത്തെയും ക്രമീകരിച്ച ആലിമീങ്ങളും പണ്ഡിതന്മാരും എത്രത്തോളം അബ്ദുല്ലാഹി ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ
ഇത് വലാലിയത്തിന്റെ കവാടം തുറക്കലാണ്, ഇത് വഴികേടിന്റെ വഴി തുറക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അതിനെതിരിൽ പ്രതികരിച്ച അസറുകൾ അഥവാ സഹാബത്തിന്റെ വചനങ്ങൾ നമുക്ക് സഹിയായി കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഖുർആനും സുന്നത്തും സലഫിന്റെ മാർഗമെന്ന് പറഞ്ഞല്ലോ, അതിന് വിരുദ്ധമായി ഏത് ശൈഖ് പറഞ്ഞാലും, ഏത് ഖുതുബ് പറഞ്ഞാലും, ഏത് ഗൗസ് പറഞ്ഞാലും, ഏത് വലിയുള്ളാഹി പറഞ്ഞാലും അത് തള്ളപ്പെടുക എന്നുള്ളതാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിലപാട്, നയം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മധ്യവർത്തിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അപ്പൊ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും എൻ്റെ ശൈഖ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വലിയ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ തരീഖത്തിലെ ഉസ്താദ് ഇങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഖുർആനും സുന്നത്തുമായി ബന്ധപ്പെടാത്തതാണെങ്കിൽ അത് പൈശാചികമാണ്, പിശാചിൽ നിന്നാണ്, ജഹാലത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനൊക്കെ ഇവർ പറയുന്ന ഒരു ന്യായം അത് ലദുനിയായ ഇൽമാണ് എന്നാണ്. ലദുനിയ ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഈ തരീഖത്തിന്റെയും സൂഫീസത്തിന്റെയും ഒക്കെ മശായിഖുമാർക്ക് അള്ളാഹ് ഡയറക്റ്റ് കൊടുക്കുന്ന ഇൽമ്. അങ്ങനെ ഒരു ഇൽമുണ്ടോ? ഇല്ല. ഡയറക്റ്റ് നൽകുന്ന ഇൽമ്. അതല്ലെങ്കിൽ എന്നോട് എൻ്റെ ഖൽബ് നേരെ സംസാരിച്ച കാര്യം എന്ന് പറയുന്ന ഇൽമ്, അതും ഇല്ല. ലദുനിയായ ഇൽമ് എന്ന് അതിന് പറയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അത് അള്ളാഹുവിൻ്റെതായിരിക്കുന്ന സന്ദേശമാണ്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം, അതാണ് അനുഷ്ഠാനം, അതാണ് ആചാരം, അതാണ് കർമ്മം, അതാണ് ഇബാദത്ത്. അതിന്റെ അപ്പുറത്തേക്ക് യവൻ പറഞ്ഞാലും തള്ളപ്പെടുക. ഇതിന് പിന്തുണ നൽകിയവരുണ്ടായിരുന്നു കേരളത്തിൽ. ഒരു കാലത്ത് അവർ പറഞ്ഞു നല്ല തരീഖത്തൊക്കെ നല്ലതാണ്, നല്ല തരീഖത്തൊക്കെ നല്ലതാണ്. ഇപ്പൊ പറയാൻ തുടങ്ങി മൊത്തം കള്ളന്മാരാണ്. കാരണം എന്താ? ഇപ്പൊ അവര് പറഞ്ഞിടത്തുന്നു ഇവര് പറഞ്ഞിടത്തുനിന്നും ഒക്കെ പിടുത്തം വിട്ടു. മൊത്തം ഓരോരുത്തരും തരീഖത്തായി മാറി. അന്ന് പിന്തുണ കൊടുത്ത സംഘടനയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് തന്നെ ഇന്ന് ശല്യമായി, അപകടമായി എന്ന് വന്നപ്പോൾ കള്ളത്തരീഖത്തുകാരെ സൂക്ഷിക്കണം. നമ്മൾ പറയുമ്പോ മുഹമ്മദ് നബിയുടെ തരീഖത്ത് അല്ലാത്ത മുഴുവനും കള്ളത്തരീഖത്താണ്. എന്ത് പേരിൽ അറിയപ്പെട്ടാലും, ഏത് പേരിൽ അറിയപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പിന്തുണ നൽകാത്ത, അതിന്റെ പിൻബലമില്ലാത്ത, അതിന് പ്രാധാന്യം കൽപ്പിക്കാത്ത യവൻ പറഞ്ഞാലും അത് കള്ള സൂഫിയാണ്, കള്ള തരീഖത്താണ്. അതാണ് ഇസ്ലാമിന്റെ നിലപാട്, അതാണ് ഖുർആന്റെ നിലപാട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദുൽ ഉലൂഹിയ്യ, മുഹമ്മദുർ റസൂലുള്ളാഹ് തൗഹീദു തരീഖത്തി ഇലൈഹി, അല്ലാഹുവിലേക്കുള്ള ഏക മാർഗം മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാത്ത വഴിയില്ല, രണ്ട് വഴിയില്ല. അല്ലാഹുവിലേക്ക് എത്താനുള്ള ഏക മാർഗം മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദുൽ ഉലൂഹിയ്യ, മുഹമ്മദുർ റസൂലുള്ളാഹ് തൗഹീദു തരീഖത്തി ഇലല്ലാഹ്. എന്താ
ഇതല്ലാത്ത യവം പറഞ്ഞാലും അത് തള്ളപ്പെടേണ്ടതാണ്, യാതൊരു സംശയ കാര്യത്തില്ല. ഇതിന് സാധാരണയിൽ ഈ തരീഖത്തിലുള്ള ഒരു പ്രയോഗം എന്താണെന്നറിയങ്ങള്, ഷെയ്ഖ് മുരീദ്. ഇപ്പൊ ഉസ്താദ് ശിക്ഷെന്ന് പറയല്ലോ, അതുപോലെ ഷെയ്ഖിന് ഇങ്ങനെ ലഭിക്കുന്ന ഇൽമുകൾ ഈ മുരീദന്മാർക്ക് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു കൊടുക്കലാണ്. എന്നിട്ട് അതിൽ ചില പ്രത്യേക ദിക്റുകൾ, ചില പ്രത്യേക വിരുദുകൾ, ചില പ്രത്യേകമായിരിക്കുന്ന ആരാധനകൾ, ചില പ്രത്യേകമായ വസ്ത്രധാരണം, ചില പ്രത്യേകമായതായിരിക്കുന്ന ചില ചില ഇബാദത്തുകൾ. അവരെന്താ പറയുന്നതെന്നറിയാം? അവര് പറയുന്നത് എന്താ? അമ്പിയാക്കന്മാരെല്ലാം സമുദ്രത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്, ഞങ്ങളെ ശൈഖന്മാരൊക്കെ സമുദ്രത്തിൽ ഇറങ്ങിയവരാണ്. കള്ളന്മാർ. ഖുൽനാ ഫിൽ ബഹർ വവഖഫൽ അംബിയാഉ അലാ സാഹിലിഹി. ഡബിൾ പറയുന്നത്, കാരണം നിങ്ങളെ ഇൽമൊക്കെ ബാഹ്യമായ ഇൽമാണ്, നിങ്ങൾ ഖുർആനിന് അർത്ഥം പറയുന്നത് ബാഹ്യമായ അർത്ഥമാണ്, ഞങ്ങൾ പറയുന്നതാണ് ബാത്തിനിയായ ആന്തരികമായ അർത്ഥം, അതാണ് ശരി. അള്ളി റസൂലും പറയാത്ത ആന്തരിക അർത്ഥപ്പനെ എവിടുന്നേ കിട്ടിയേ? ഏത് തോട്ടിനെ കിട്ടിയേ? ഏത് വഴിനെ കിട്ടിയേ? ഏത് കടലിനെ കിട്ടിയേ? കടല് എറിയണം. അതാണ് അമ്പിയാക്കന്മാരെല്ലാം ഇവരെ കണക്കിന് എവിടെയാന്ന്? കടൽ തീരത്ത് നിൽക്കുകയെന്ന്. അല്ല, അതെ, കടൽ തീരത്ത് നിൽക്കുകയാണ്. ഇവരെ മശായിഖുമാരോ ഒരു കടലിൽ ഇറങ്ങിയവരാണ്. കണ്ട, ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞ് 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 എവിടെ എത്തി? സുബ്ഹാനല്ലാഹ് എന്നതിന് സുബ്ഹാനി, ഞാൻ തന്നെ പരിശുദ്ധൻ. എന്തേ അങ്ങനെ പറയാൻ കാരണം? നമ്മളെന്താ ചില സാധാരണ റസൂൽ പഠിപ്പിച്ച എന്താ? സുബ്ഹാനല്ലാഹ്. നിസ്കാര ശേഷം 33, അല്ലാത്തപ്പോഴും സുബ്ഹാനല്ലാഹ്. മശായിഖുമാരിൽ മുരീദിന്റെ ദിക്ർ എന്താ? സുബ്ഹാനി, ഞാൻ തന്നെ പരിശുദ്ധൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ഖാലിഖ് മഖ്ലൂഖാകുന്ന എന്റെ ശൈഖിലേക്ക് ലയിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ടെണ്ണം ഇല്ല. വഹദത്തുൽ വജൂദ് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്വൈതവാദം രണ്ടില്ല, എല്ലാം ഒന്നേ ഉള്ളൂ. ഇല്ല അന ലാ അന്ത ഇല്ല അന, ഞാനും നീയും ഒക്കെ ഒന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥമാണ്. ഇവിടേക്ക് എത്തി. ഇപ്പൊ പറയാന്ന് തരീഖത്തുകളിൽ കള്ളനാണയങ്ങൾ തിരിച്ചറിയണം. ഇപ്പൊ പിടുത്തം കിട്ടില്ല, ഇപ്പൊ പിടുത്തം വിട്ടുപോയി. ഇപ്പോഴാ തോന്നിയത്. ഞങ്ങൾ അന്നേ പറഞ്ഞു ഇതെല്ലാം ഈ തരീഖത്ത് മുഹമ്മദിയ അല്ലാത്ത മുഴുവൻ തരീഖത്തുകളും കള്ളത്തരങ്ങളാണ് എന്ന് അന്നേ പറയുകയുണ്ടായി. അല്ലാഹ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അംലഹും ശുറക്കാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. സൂറത്ത് ശൂറ 21. അംലഹും, അതല്ല അവർക്കുണ്ടോ, ശുറക്കാഉ ചില പങ്കാളികൾ, ശറഉ ലഹും മിനദ്ദീനി മതകാര്യമായി അവർക്ക് നിയമമാക്കി കൊടുത്തു. എന്തിനെ? മാ ലം യഅ്ദം ബിഹില്ലാഹ്, അല്ലാഹ് അനുവദിക്കാത്ത കാര്യം. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് സുബ്ഹാനി എന്നല്ലുണ്ട്, റസൂൽ പറഞ്ഞിട്ടുണ്ട് സുബ്ഹാനി എന്നല്ലുണ്ട്. അതേമാതിരി ഹാ ഹു ഹി ഹയ്യുൻ എല്ലാം വ്യാഖ്യാനമുണ്ട്. എല്ലാത്തിനും വ്യാഖ്യാനങ്ങളുണ്ട്. വ്യാഖ്യാനപ്പം എന്തിനല്ലാത്ത? എല്ലാ സംഗതിക്കും വ്യാഖ്യാനല്ലേ? അല്ലാഹ് റസൂലെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് അല്ലാഹ് ചോദിക്കുന്നത്. അള്ളാഹു ദീനാക്കി മതമാക്കി ശരീഅത്താക്കി പഠിപ്പിച്ചത് അല്ലാത്ത ചില കാര്യങ്ങൾ മതമാക്കി കൊടുക്കുന്ന ചില ശുറക്കാകൾ, ചില പങ്കാളികൾ അവർക്ക് ഉണ്ടോ? ഇല്ല. സൂറത്ത് ശൂറ 21. മതം ദീൻ എന്ന് പറഞ്ഞാൽ അത് വഹിയാണ്. അതില് അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. ഷെയ്ഖുമാരെയും മുരീദന്മാരെയും മശായിഖുമാരെയും കുത്തുബിന്റെയും ഗൗസിന്റെയും അഖ്താബിന്റെയും ഒന്നും ഇഷ്ടം നടക്കില്ല. അതാണ് സൂറത്ത്
അഹ്സാബിലെ 36-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളെ ഓടിക്കേൽപ്പിച്ചത്. ഒരു വിശ്വാസിയാവട്ടെ വിശ്വാസിനിയാവട്ടെ അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നീട് അവർക്ക് അവരെ കാര്യത്തിൽ ഒരു ഇഷ്ടാനുസരണം എന്നുള്ളതില്ല. അല്ല ഇന്നത് തീരുമാനിച്ചു, റസൂൽ ഇന്നത് പറഞ്ഞു, അതിലപ്പുറത്തേക്ക് യാതൊരു തീരുമാനത്തിനും വിശ്വാസിനികൾക്ക് അനുമതിയില്ല. അള്ളാഹുവിനോടും റസൂലിനോടും ഒരുത്തൻ ധിക്കാരം പ്രവർത്തിച്ചാൽ അവൻ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുഹമ്മദ് നബിയുടെ മാർഗം വിട്ടുകഴിഞ്ഞാൽ അവൻ ളലാലിയത്തിലാണ്. ഒരു ഉദാഹരണം പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് വേളയിൽ ഒരാളെ കാണുകയുണ്ടായി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഹജ്ജിന് വരുന്ന ആളെ രണ്ടാള് താങ്ങി പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, ഇതെന്താ സംഭവം, എന്താണ് കാരണം? അപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇത് നടന്ന് ഹജ്ജിന് പോവാൻ നേർച്ചയാക്കിയതാണ്. അങ്ങനെ ക്ഷീണിച്ചപ്പോ ഞങ്ങൾ താങ്ങി പിടിച്ചെല്ലാം കൂടി കൊണ്ടുവരാന്ന്. നടന്നു പോവാൻ നേർച്ചയാക്കിയതാ. വാഹന സൗകര്യമൊക്കെ ഉണ്ട്. നടന്ന് ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് അടങ്ങേറ് കഴിഞ്ഞേറ്റ് ഹജ്ജ് ചെയ്താൽ അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിചാരിച്ചിങ്ങേറ്റ് നടന്ന് ഹജ്ജ്. നമ്മളെ നാട്ടിൽ നിന്ന് ചെങ്ങായി പോയില്ലായിരുന്നു ഒരു പൊട്ടൻ. ഓൻ കർണാടകത്തിൽ ഔലിയാന്നിപ്പോ പിന്നെ ഓൻ കർണാടകത്തിൽ ഔലിയാന്ന്. കേരളത്തിൽ വല്ലാണ്ട് വിലായത്ത് നടക്കൂല. കാരണം ഇവിടെ ഈ സാധനം ഉള്ളതുകൊണ്ട്. വലിയുള്ളായിയാന്ന്, ഷെയ്ക്കാന്ന്, ഷെയ്ക്കല്ല ചേക്കാന്ന്. വൃത്തികെട്ടവന്മാര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്താണോ ഇദ്ദേഹം നടന്നു വരാൻ ഹജ്ജ് നേർച്ചയാക്കിയവനാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടോ ഇവന്റെ തടി അസാബാക്കിയിട്ട് അള്ളാഹ്ക്ക് എന്താ കിട്ടാനുള്ളത്? നിന്റെ തടി നീ അസാബാക്കിയും കൊണ്ട് തഅ്ദീബ് ചെയ്തുകൊണ്ട് ഹജ്ജിൽ പുണ്യം കൽപ്പിക്കുന്നത് കൊണ്ട് ഇവന് അള്ളാഹ്ക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് മുർഹു ഫൽയർകബ്, അവനോട് വാഹനത്തിൽ കയറാൻ പറയടോ. മുർഹു ഫൽയർകബ്, കേറാൻ പറയോട് വാഹനത്തിൽ. നടന്നിങ്ങേറ്റ് നേർച്ചയാക്കി ഹജ്ജ് ചെയ്തിങ്ങേറ്റ് ക്ഷീണിച്ച് രണ്ടാള് താങ്ങിപ്പിടിച്ച് എന്താ മതത്തിൽ അതിര് കവിയുക, മതത്തിൽ പരിധി ലംഘിക്കുക, അള്ളയും റസൂലും പുണ്യം കൽപ്പിക്കാത്തതിന് പുണ്യം കൽപ്പിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതാണ്. എല്ലേ ശൈഖന്മാരെയും എല്ലേ യൂട്യൂബർമാരെയും അതിൻ്റെ അവസാനത്തിൽ കാണാം ബന്ധപ്പെടേണ്ട നമ്പർ അല്ലെങ്കിൽ ബാർകോഡ്. എന്താ ഈ ബാർകോഡ് എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ലേ? തന്നെയാണ്. ഇതിനാണ് ഈ ഷെയ്ഖ്, മുരീദ്, തരീഖത്ത്, അതേപോലെ കുത്തുബ്, ഗൗസ്, ഓറ്, തീയി എന്നൊക്കെ പറഞ്ഞ് മണ്ണാങ്കട്ടയായിട്ട് ഇവരിങ്ങനെ ഈ ഓരോ കോലം കെട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാഹനത്തിൽ കയറി പോവാൻ പറയണവനോട്. അപ്പൊ റസൂൽ പഠിപ്പിക്കാത്ത ഒരു പുണ്യം ഇവൻ പുണ്യമായി ചെയ്തപ്പോ റസൂൽ അതിനെ എതിർത്തു. രണ്ടാമത്തെ ഉദാഹരണം നോക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കാണുകയാണ്. ഇയാൾക്ക് നോമ്പുണ്ട്. നോമ്പ് സുന്നത്തായ കാര്യം അല്ല, ഫർളായ കാര്യം. കൂട്ടത്തിൽ മൂപ്പർ എന്താ തീരുമാനം? ഞാൻ ഒറ്റ ആളോട് മിണ്ടുകയില്ല. പിന്നെയോ ഞാൻ വെയിലത്ത് നിൽക്കുകയാണ്. വെയിലുള്ള തീരുമാനിച്ചാണ്. തണലത്തൊക്കെ നിൽക്കാണ്ട് നിഴല് കൊള്ളൂല, വെയിലേ കൊള്ളൂ. റസൂൽ ചോദിച്ചു, എന്താ സംഭവം? അല്ല നബിയെ, ഓരോ നോമ്പുണ്ട്, കൂടെ വെയിൽ കൊള്ളാനും ആരോടും മിണ്ടാണ്ടിരിക്കാനും നേർച്ചയാക്കിയതാണ്. അപ്പൊ ഔലിയാക്കന്മാർ മിണ്ടുക ഓരിങ്ങനെ ചിലവും ഇതാക്കല, കോമിക്ക് കാണിക്കില്ല. കോമിക്ക് എന്നാ പറയാ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്ത് നേർച്ചയാണോ? ഇങ്ങനെ ഉണ്ടായിരുന്നു നേർച്ച. അവരോട് പറയാം, നോമ്പ് പൂർത്തിയായിക്കോട്ടെ, അത് ഇസ്ലാമിൽ ഉള്ളതാന്ന്. സംസാരിക്കാനും പറയേ ഓനെ പിടിച്ച് തണലത്ത് നിർത്താൻ. ഓൻ നേർച്ചയാക്കൽ, ബെയിലുള്ള വേണ്ടി നേർച്ചയാക്കൽ. വിരാന്ത് മനുഷ്യൻ തടി നാശാക്കാൻ. ഓനെ പിടിച്ച് തണലത്ത് കാക്കെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അമിത പുണ്യം പ്രവർത്തിച്ച, കാക്ഷിച്ച, ഉദ്ദേശിച്ച ആളോട് പറയുകയുണ്ടായി. ഇതിന്റെ അർത്ഥം എന്താ? ഇത് റസൂൽ നോമ്പ് റസൂൽ കൽപ്പിച്ചതാ. മറ്റത് രണ്ടും റസൂൽ കൽപ്പിച്ച നേർച്ചയിലോ പുണ്യത്തിലോ പെട്ടതല്ല. അതുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യം പരിധി വിട്ടുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് മതമാവുകയില്ല. നിങ്ങളൊന്ന് ആലോചിക്ക്, പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്ന് നിസ്കാരം കഴിഞ്ഞിങ്ങേറ്റ് ഓരോരുത്തൻ ചാടുന്ന ചാട്ടം, ഇതിന്റെ മേലെ പോയി ചാടുന്ന രീതിയിൽ പള്ളിയിൽ നിന്ന് ചാടുക എന്തെന്നാണ് ഇബാദത്ത്. എന്നിട്ട് ഓനെ പിടിക്കാൻ കുറെ മുരീദം പിരാന്തന്മാർ വേറെ. എന്തെന്ന് ഇസ്ലാം, എന്ത് തരീഖത്ത്, എന്ത് സൂഫീസാണെന്നെല്ലാം എത്ര എവിടെ എത്തിപ്പോയി. ഇതെല്ലാം ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വരവ് വെക്കുകയും മശായിഖന്മാര് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊക്കെ തന്നെ ആളുകളെ സ്വകാര്യമായി കൂട്ടുകയും പലതും പല വിധേനയാണ്. ചിലതെല്ലാം സ്വത്ത് തന്നെ മൊത്തം എഴുതി കൊടുക്കണം ഷെയ്ഖിന്, അങ്ങനത്തെ തരീഖത്തുണ്ട്. എന്നിട്ട് ഓരോ തീരുമാനിക്കല് ഇവന്റെ ആധാരത്തിനനുസരിച്ച് എന്താ അയാൾ മണ്ടന്മാരെന്നല്ലേ കൊടുക്കല്. കൂഫയിലെ മസ്ജിദിൽ വട്ടം കൂടിയിരുന്നുകൊണ്ട് കല്ലുകൾ പെറുക്കി വെച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയുകയാണ്. കൂഫയിലെ മസ്ജിദ് അദ്ദേഹത്തിന് വിവരം കിട്ടി. ഒരു വിഭാഗം ആളുകളുണ്ട് പള്ളിയിൽ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇവിടെ ഒരു വട്ടം, അപ്പുറത്ത് വേറെ ഹലക്ക, അപ്പുറത്ത് വേറെ ഹലക്ക, ഇങ്ങനെ ഹലക്കകൾ കൂടിയും കൊണ്ട് ആ ഹലക്കയുടെ മധ്യത്തിൽ കുറച്ച് കല്ലുകളുണ്ട്. ആ ഹലക്കക്ക് ഒരു ഷെയ്ഖ് ഉണ്ട്, ബാക്കിയുള്ളൊക്കെ മുരീദന്മാർ. എന്നിട്ട് ഈ ഷെയ്ഖ് ഇങ്ങനെ പറയാൻ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണല്ലോ ഈ കുത്തുബിയത്തും മറ്റും മറ്റെല്ലാം. അതിനൊരു നേതാവ് ഉണ്ടാവും, ഓ പാസ്സാക്കലാണ്. അത് കേട്ട് ഈ സാധുക്കൾ ഇങ്ങനെ തെല്ലലാണ്. എന്തെന്നാണ് ഒരു ഇലാഹിയന്ത മഖ്സൂദി എന്തെന്ന് ഈ പറഞ്ഞ് അതിലെന്തില്ല, ശിർക്കില്ല. പക്ഷേ എന്തുണ്ട്? പിന്നെ പറയുന്ന എന്താ? യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പച്ച ശിർക്ക്. ഇതിപ്പോ എന്റെ ഉദ്ദേശം അള്ളയാണ് മനസ്സിലുള്ളത് എന്ന് വരുന്നതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. അതിന്റെ അപ്പുറത്തെ കടന്നാ പിന്നെ ശിർക്കായി. നോക്ക് നിങ്ങൾ, കൂഫയിലെ പള്ളിയിൽ വട്ടം കൂടിയിരിക്കുന്ന ഹൽക്കാത്തുകൾ കണ്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരെ കടന്നു വന്ന് ചോദിക്കുകയാണ്. ഇവരിങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരു കല്ല്, സുബ്ഹാനല്ലാഹ് രണ്ടാമത്തെ കല്ല്, സുബ്ഹാനല്ലാഹ് മൂന്നാമത്തെ കല്ല്, ഓരോ കല്ലും പെറുക്കി വെച്ചിട്ട് ഇങ്ങനെ 100 തികക്കുകയാണ്. നല്ല കാര്യമാണ് അല്ലേ? സുബ്ഹാനല്ലാഹ് അല്ലേ, അൽഹംദുലില്ലാഹ് അല്ലേ, അല്ലാഹു അക്ബർ അല്ലേ? എന്താ അതിന് കുഴപ്പം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ തരീഖത്തുകാരോടും ഈ സൂഫിക്കാരോടും നമുക്ക് ചോദിക്കുവാനുള്ളത്. എന്താണത്? അല്ല മനുഷ്യരെ, ലഅൻതും അഹ്ദാ അലാ മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മില്ലത്തിനേക്കാൾ മാർഗത്തെക്കാൾ മുന്തിയ മാർഗത്തിലാണോ ഇപ്പോൾ ഉള്ളത്? റസൂൽ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്ന ആ റസൂൽ നബിയും പഠിച്ച അവരെ പിൻഗാമികളാണല്ലോ നിങ്ങൾ. ആ റസൂല് പഠിച്ചതിനേക്കാൾ മുമ്പിയ ഒരു മാർഗമാണോ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അതല്ല, നിങ്ങൾ ദലാലിയത്തിന്റെ കവാടം തുറക്കുകയാണോ? അതല്ല, ദലാലിയത്തിന്റെ കവാടം തുറക്കുകയാണോ? അപ്പൊ അതിൽപ്പെട്ട ഒരാള് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഞങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചത്, ഖൈറാണ്. ഞങ്ങൾ നന്മ ഉദ്ദേശിച്ച് ചെയ്യാതെ. നന്മ റസൂല് പറയണം, അള്ള പഠിപ്പിക്കണം. അള്ള പഠിപ്പിച്ചത് റസൂൽ നമ്മളോട് പറഞ്ഞു തരണം. ഇന്നത് നന്മ, ഇന്നതിന് എത്ര പുണ്യം, ഇത്ര എണ്ണം, ഈ സമയം, ഇന്ന സമയം, രാവിലെ വൈകുന്നേരം, ഉറങ്ങാൻ കിടക്കുമ്പോ, ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, വീട്ടിൽ കിടക്കുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, അത് റസൂൽ പഠിപ്പിക്കണം. നിന്റെ ഹാജയും നിന്റെ മശൈഖും പഠിപ്പിച്ചാൽ പോരാ. അവസാനം എന്തായി? ഞങ്ങൾ നന്മയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞു, എടോ, എത്ര നന്മ ഉദ്ദേശിച്ചവന് ആ ഹൈർ കിട്ടാതെ പോകുന്നു. ഇറങ്ങിപ്പോയിടാ പള്ളിയിൽ നിന്ന് എന്ന് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത അസറിൽ കാണാവുന്നതാണ്. സഹിയായ അസറിൽ കാണാം.
അപ്പൊ എന്ത് മനസ്സിലാക്കണം നമ്മള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇത്തരം ഓവർ കാര്യങ്ങളെ അന്നേ ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം പുത്തൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് ഖൈറ്, അതാണ് ദീന്, അതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ചോദിക്കേണ്ടത് എന്താ? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഇല്ല. അതെന്താ? അത് ഞങ്ങളെ ശൈഖിന് കിട്ടിയ മുക്കാശഫയിലൂടെ ഉണ്ട്. എന്താ മുക്കാശഫ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ അവരെ സാങ്കേതിക പ്രയോഗങ്ങളാണ്. ഇൽമുൽ ഗൈബ്, മുക്കാശഫ, റിയാദിയാത്ത്, തസ്രീഫുൽ കൗന്. തസ്രീഫുൽ കൗൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം നിയന്ത്രിക്കുക. അത് പിന്നെ ഏതായാലും മറ്റേയാളാണ് നിയന്ത്രിക്കുന്നത്, അതിനെ പേടിക്കാനില്ല. ഏത് നമ്മളെ മടവൂരുള്ള ഓരോ കൈമയാണ്. നമ്മളൊക്കെ സാധുക്കൾ ഇങ്ങനെ ഓരോ നിയന്ത്രണത്തിൽ ഇങ്ങനെ പോകുന്നു തൽക്കാലം. എപ്പോഴാന്ന് അറിയില്ല, ഒരു ഭൂമി ഒന്നാകെ കുലിക്കുന്നു അടക്കുന്നു. തീരാതെന്നല്ല എന്താ ഇത് പറയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിരാന്തെന്ന് പറയാ നമ്മളെ നാട്ടിൽ. ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം, അതേ പ്രകാരം തന്നെ മുക്കാശഫ ഒളി സിദ്ധാന്തം, അഥവാ റബ്ബിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒളിവുകൾ എന്ന പേരിൽ. അല്ലാതെ ഇന്ന ഖുർആനിലെ ആയത്തിലെ ഇന്ന നമ്പർ പ്രകാരം, ഇന്ന ആയത്ത് പ്രകാരം, ഇന്ന ഹദീസ് പ്രകാരം, ഇന്ന റസൂലുള്ള പഠിപ്പിച്ച ദിക്ർ പ്രകാരം അല്ല. എന്റെ ഷെയ്ഖ് ഞങ്ങളോട് പറഞ്ഞു. അത് മുരീദന്മാർ കേട്ടില്ല. എന്താ ഷെയ്ഖ് മുരീദിന്റെ ബാധ്യത? മരിച്ചവന്റെ മാതിരി നിൽക്കണം എന്നാ. മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ മരിച്ചവൻ എങ്ങനെയാ കിടക്കല്? അങ്ങനെ കിടക്കും, അനങ്ങാൻ കഴിയില്ലല്ലോ. ഇതുപോലെ ഷെയ്ഖ് എന്താണാ പറയുന്നത്? മുരീദ് ശവം പോലെ കേൾക്കണം, അനങ്ങാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതെവിടെയാ ഉള്ളത്? ആരാ പറഞ്ഞത്? ഒന്നും പാടില്ല. പറഞ്ഞാൽ എന്തായി? കുരുത്തക്കേട് പറ്റി പിന്നെ ഓനാകെ പ്രശ്നമായി. ഇത് പേടിക്കുന്ന കുറെ ജനങ്ങൾ അങ്ങനെ വേറെ. നിങ്ങളെ ഈ ഇബാദത്തൊന്നും ഇബാദത്തല്ല, ഇതെല്ലാം ആമുന്നാസിന്റെ ഇബാദത്താന്നാ പറയുന്നത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജുകളൊക്കെ തന്നെ ഇബാദത്തുൽ അവാം. അതെല്ലാം നിങ്ങൾ സാധാരണക്കാർ എടുക്കേണ്ട ഇബാദത്തുകളാണ്. ഞങ്ങളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുകളാണ്, വിർദുകളാണ്. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്ക് ഇരിക്കല്, അതാ ഖൽവത്ത്, സ്വന്തം മറിഞ്ഞിരിക്കല്. അതേ പ്രകാരം തന്നെ പ്രത്യേക ഭക്ഷണം, പ്രത്യേക ഹൽക്കാത്തുകൾ, പ്രത്യേക വസ്ത്രങ്ങൾ, അതാണ് സൂഫി വസ്ത്രം എന്നാണ്. തസൗഫ് എന്ന വാക്കിന്റെ അർത്ഥം ഒരർത്ഥത്തിൽ രോമവസ്ത്രം എന്നാ സൂഫിന്റെ അർത്ഥം. അത് ലഭിച്ചത് ഇബ്രാഹിമിന് അദ്ദേഹത്തിനെ പറ്റിയൊക്കെ പറയുന്നിടത്ത് ആ സൂഫ് വസ്ത്രം നമ്മൾ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇൻഷാ അള്ളാഹ് തുടർച്ചയായി ആ വിഷയങ്ങളെ പറ്റി നമ്മൾക്കൊന്ന് വിശകലനം നടത്തേണ്ടതുണ്ട്. കാരണം വളരെ വ്യാപകമായ രീതിയിൽ ജനങ്ങൾ പോകുന്നുണ്ടെന്ന് ഞാൻ പറയില്ല, അതിന്റെ പ്രചരണം നടക്കുന്നു. ഉത്തരവാദപ്പെട്ട ആളുകൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നവർ ഇപ്പോഴും പറഞ്ഞിട്ട് കേൾക്കാത്ത രീതിയിലേക്ക്, മുൻപതിന് പിന്തുണ നൽകിയവർ പറഞ്ഞാൽ നിൽക്കാത്ത രീതിയിലേക്ക് ഇത് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആധുനികന്മാരും ഉണ്ട്. ചില ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കളും ആ വിഷയത്തിൽ കാണാൻ കഴിയുന്നതാണ് തരീഖത്തായി ഇങ്ങേറ്റ്. അവിടെ നമ്മളെ ഈമാൻ നമ്മൾ കളഞ്ഞു കുടിക്കാതിരിക്കാൻ. ഒരുപാട് ആളുകളുണ്ട് അവരുടെ ശേഖന്മാർ. ഇബ്നു അറബി, അബൂ യസീദുൽ ബിസ്താമി, ഒരു വേള അബൂ ഹാമിദുൽ ഗസ്സാലി, ഇങ്ങനെ പോന്നിട്ട് കണ്ടമാനം ആളുകൾ ആ പട്ടികയിൽ കാണാൻ കഴിയുന്നതാണ്. ഒരൊക്കെ പിഴച്ചോലാണെന്നല്ല ഞാൻ പറയുന്നത്. ആര് ഇതിന് എതിരിൽ പറഞ്ഞോ, ഈ പറഞ്ഞ കിതാബിനും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനും എതിരെ ആര് പറഞ്ഞോ, ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വഴികേടിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.